Download now. CC Learning app. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ഗ്രേഡ് 10 10ാം ക്ലാസ് CBSEയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അതായത് മാത്സിന് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അതിൽ ഏതൊക്കെ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം. കൂടുതൽ ബോർഡ് എക്സാമിന് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ മാർക്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത്തവണ CC പ്ലസ്സിലെ സൈനിക് സ്കൂളിനും അതുപോലെ നവോദയ എൻട്രൻസ് എക്സാമിനും കിട്ടിയ റിസൾട്ട് ആണ്. അപ്പോൾ ഇത്രയധികം സ്റ്റുഡൻസിന് ഇത്തവണ CC പ്ലസ്സിൽ നിന്ന് സൈനിക് സ്കൂളിലേക്കും നവോദയ സ്കൂളുകളിലേക്കുമുള്ള അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ CBSE ഗ്രേഡ് 10 ബോർഡ് എക്സാമിന് എത്ര മാർക്കിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തിയറി എക്സാമും അതുപോലെ ഇന്റേണൽ അസസ്മെന്റും അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. തിയറി എക്സാമിന് ഒരു 80 മാർക്കിലാണ് ചോദ്യങ്ങൾ വരിക. ആൻഡ് ഇന്റേണൽ അസസ്മെന്റിന് 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് മാത്സിന്റെ ഈ ഒരു എക്സാം ഉണ്ടാവുക. ഇനി ഓരോ യൂണിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്പർ സിസ്റ്റം ആണ്, ദെൻ ഓൾജിബ്രയിൽ തന്നെ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ്. ഓൾജിബ്രയിൽ പോളിനോമിയൽ വരുന്നുണ്ട്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വരുന്നുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് വരുന്നത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ വരുമ്പോഴത്തേക്കും ദെൻ ജോമെട്രിയിൽ വരുമ്പോഴത്തേക്കും ട്രയാങ്കിൾസും സർക്കിൾസും വരുന്നുണ്ട്. ദെൻ ട്രിഗണോമെട്രിയുടെ പാർട്ടായിട്ട് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി, ഇങ്ങനെ 2 ചാപ്റ്റേഴ്സ് ആണ് ട്രിഗണോമെട്രിയിൽ വരുന്നത്. മെൻസുറേഷനിലും 2 ചാപ്റ്റർ ആണ്, ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് ആൻഡ് സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്നുള്ള മറ്റൊരു ചാപ്റ്ററും കൂടിയാണുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വർഷം മാത്സിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 14 ചാപ്റ്റർ ആണ് ഈ വർഷം പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ 14 ചാപ്റ്ററിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ മാർക്ക് നോക്കുകയാണെങ്കിൽ 20 മാർക്കോളം വരുന്നത് ഏത് ഏരിയയിൽ നിന്നാണ്? ഈ ഒരു ഓൾജിബ്ര പാർട്ടിൽ നിന്നാണ് 20 മാർക്കിലെ ചോദ്യങ്ങൾ വരുന്നത്. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്? പോളിനോമിയൽ വരുന്നുണ്ട്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വരുന്നുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഈ ഒരു 4 ചാപ്റ്ററിൽ നിന്നാണ് ഈ 20 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ഏരിയയിൽ നിന്നാണ് എന്നുള്ളത്. അപ്പോൾ പഠിക്കുമ്പോൾ എപ്പോഴും ഈ ഏരിയ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് ഇമ്പോർട്ടൻസ് വരുന്നത് ഏതാണ്? 15 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ജോമെട്രിയിൽ നിന്നാണ്. ജോമെട്രിയിൽ ഏതൊക്കെയുണ്ട്? ട്രയാങ്കിൾസും ഉണ്ട്, സർക്കിൾസും ഉണ്ട്. സോ ഈ 2 ചാപ്റ്റർ ആണ് അടുത്ത പ്രയോറിറ്റിയിൽ വരുന്നത്. പിന്നെ 12 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ട്രിഗണോമെട്രി ആണ്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. ഈ 2 ചാപ്റ്ററിൽ നിന്നും കൂടെ 12 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ വരുന്നത് 11 മാർക്കിന്റെ ചോദ്യം വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, അതായത് കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അതെന്താന്ന് വെച്ചാൽ അപ്പോൾ ആ ചാപ്റ്റർ ഫോക്കസ് ചെയ്ത് എന്ന് വെച്ചാൽ ബാക്കി ലീസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതല്ല, എല്ലാ ചാപ്റ്ററും പഠിക്കുക. പക്ഷേ കൂടുതൽ മാർക്ക് വരുന്ന, കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും CC പ്ലസ്സിൽ 1-to-1 ട്യൂഷൻ ആയാലും ബാച്ച് ക്ലാസ് ആയാലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്ക്, കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സിന് ഫോക്കസ് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുള്ളത്. ആ ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിൽ നിന്ന് കുറേയധികം എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു ഓൾജിബ്ര പാർട്ടിന് തന്നെയാണ്. സോ ഓൾജിബ്ര പാർട്ടിൽ വരുന്ന ഈ 4 ചാപ്റ്റേഴ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. നിങ്ങൾക്കറിയാം മൊത്തം 80 മാർക്കിലാണ് അല്ലേ? 80 മാർക്കിലാണ് എക്സാം വരുന്നത്. ആ 80 മാർക്കിൽ 20 മാർക്ക് എവിടെ നിന്നാണ്? ഈ ഒരു ഓൾജിബ്ര പാർട്ടിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു 14 ചാപ്റ്റേഴ്സും പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പോളിനോമിയൽ പഠിക്കുകയാണ്. പോളിനോമിയൽ എന്നുള്ള ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ഈ ബേസിക് കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് തെറവായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഈസിലി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതങ്ങനെ ബേസിക്സ് അറിയാതെ നേരെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതുകൊണ്ടാണ് പല കുട്ടികൾക്കും മാത്സ് 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ, അതായത് അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറേ ഇതുപോലെയുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ബേസിക് കാര്യങ്ങളുണ്ട്. ഈ ഒരു ബേസിക് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10th മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് A1 സ്കോർ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും ആ ഒരു ബേസിക് ഒക്കെ ക്ലിയർ ചെയ്ത് ഈ ചാപ്റ്ററിലേക്ക് കടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ CC+ലെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഇതുപോലെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ 1-to-1 ട്യൂഷനും ബാച്ച് ട്യൂഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് 9496949929 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ 1-to-1 ട്യൂഷനായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ബാച്ചായിട്ടോ ബാച്ച് ക്ലാസ്സുകളായിട്ടോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആ രീതിയിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം മാത്സിൽ A1 സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്